गुड मॉर्निंग स्टूडेंट्स. അപ്പോൾ നമുക്ക് अज्ञे की एक प्रसिद्ध कविता मैंने कहा पेड़ എന്ന് പറഞ്ഞ കവിതയിലേക്ക് പോവാം. ओके, तो मैंने पिछले क्लास में अज्ञे के बारे में तो पढ़ाया है, तो आप भूल चुका होगा. तो 2-3 लाइन अज्ञे के बारे में बता रही हूँ. तो अज्ञे आधुनिक काल का एक प्रसिद्ध रचनाकार है. वो केवल कवि ही नहीं, वह एक निबंधकार है, उपन्यासकार है, कहानीकार है, आलोचक है. ठीक है, तो सभी क्षेत्रों में उन्होंने अपनी लेखनी चलाई है. और वह तार सप्तक का प्रवर्तक है. और प्रयोगवाद के प्रवर्तक भी हैं. उनका जन्म कहाँ पर हुआ है? उत्तर प्रदेश में हुआ है उनका जन्म. और उनका पूरा नाम है सच्चिदानंद हीरानंद वात्स्याय अज्ञे. तो मैंने पिछले क्लास में अज्ञे नाम कैसे रखा गया, അഗ്ഗേ എന്ന പേര് എങ്ങനെ വന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ജയിലിൽ ഉള്ള സമയത്ത് അഗ്ഗേ എന്ന പേരിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അഗ്ഗേ എന്ന് വെച്ചാൽ പേര് വെച്ചില്ല. അപ്പം അവിടെ ഉള്ള എഡിറ്റർ ദ സ്ട്രേഞ്ചർ അല്ലെങ്കിൽ അൺനോൺ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യുക ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് കവിതയിലോട്ട് പോവാം. അപ്പോൾ പേടാണ് അല്ലേ, മാനെ കഹ പേട്. പേടിനെ പറ്റിയിട്ടായിരിക്കും കവിത ഉണ്ടാവുക. ഓക്കെ, तो एक हमारे लेखिका है, लेखक हैं. तो हम एक बड़े से पेड़ के नीचे जाकर पेड़ से कुछ प्रश्न पूछ रहे हैं. എന്നുവെച്ചാൽ ഒരു വലിയ വൃക്ഷത്തിൻ്റെ താഴേക്ക് അവിടെ നിന്നിട്ട് അടുത്ത് നിന്നിട്ട് കുറേ കൗതുകത്തോടെ കുറേ ചോദ്യങ്ങൾ ഈ മരത്തിനോട് ചോദിക്കുന്നതാണ്. ഓക്കെ, അതാണ് ഇതിലെ കവിതയുടെ തീം. ഓക്കെ, കുറേ ചോദ്യങ്ങൾ. എങ്ങനെയാണ് അല്ലേ, എന്ത് മനോഹരമായിട്ട്, എത്ര കാലങ്ങളായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ പറ്റുന്നു എന്നൊക്കെ നമുക്ക് നമ്മളുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുന്ന ചോദ്യമാണ് ഇവിടെ കവി ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എവിടെയെങ്കിലും ടൂറിനൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുറേ പഴക്കം ചെന്ന കുറേ മരങ്ങൾ കാണാം. ഓക്കെ, എന്ത് മനോഹരമായിട്ടാണ് അത് നിൽക്കുന്നതും. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, കുറേ മരങ്ങൾ. ഊട്ടിയിൽ നമ്മളടുത്തുള്ള സ്ഥലം. ഓക്കെ, അപ്പോൾ ദൂരെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ പുതിയതല്ല, കുറേ പഴക്കമുള്ള മരങ്ങൾ കാണാം. നല്ല മനോഹരമായ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോക്കിയേ, കുറേ നല്ല നല്ല ഇത് നമ്മളുടെ കാശ്മീർ ഭാഗങ്ങളിലെല്ലാം കാണപ്പെടുന്ന മരങ്ങളാണ്. ഓക്കെ, ഇതാ വേറൊരു ടൈപ്പിൽ ആൽമരം. അപ്പം ഇതിനോടൊക്കെ നമ്മളുടെ കവി കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതാണ് നമ്മളുടെ ഈ കവിതയിൽ പറയുന്നത്. എന്ത് മനോഹരമായി നിൽക്കുന്നു, എത്ര കാലങ്ങൾ. ഇത് ഇന്നലെ നട്ടിട്ടുണ്ടായതൊന്നുമല്ല, കുറേ കാലങ്ങൾ നീണ്ടു നിന്ന് ഈ ഒരു രൂപത്തിൽ ആയി വരാനും എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ മരം ഇവിടെ നിലനിൽക്കുന്നത് അല്ലേ, അതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ. നമ്മളാണെങ്കിൽ കുറച്ചൊന്ന് വെയിൽ കൊള്ളുമ്പം തന്നെ നമ്മൾ പറയും, അയ്യോ കുട വേണം, അല്ലെങ്കിൽ ഒരു മഴ വീഴുമ്പോൾ നമുക്ക് പ്രശ്നമാണ് അല്ലേ. ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഈ മരം, അതും ഭയങ്കര കൂളായിട്ട് ഒരു പ്രശ്നവുമില്ലാണ്ട് ഇങ്ങനെ നിലനിന്ന് പോവുകയാണ്. അപ്പം ഒരു കൗതുകത്തോടെ ചോദിക്കുകയാണ് കവി, എങ്ങനെ പറ്റുന്നു അല്ലേ, അതാണ് ചോദ്യം. എന്ത് മനോഹരമായ വൃക്ഷങ്ങൾ. ഓക്കെ, നമുക്ക് കവിതയിലോട്ട് പോവാം. मैंने कहा पेड़ तुम इतने बड़े हो. मैंने कहा पेड़ तुम कितने बड़े हो. കവി ചോദിക്കുകയാണ്, തും കിത്തനെ ബഡേ ഹോ,
എന്തൊരു വലിപ്പാ നിനക്ക്. ബഡേ ഹോ, കിത്തനെ കടേ ഹോ, എന്ത് സ്ട്രോങ് ആണ്, സംഭവമാണ്. നമ്മൾ പറയും ഇപ്പോഴത്തെ ട്രെൻഡിലെല്ലാം പറയാം സംഭവമാണ്. ന ജാനെ കിത്തനെ സൗ ബർസോ കെ ആന്തി പാനി മേ, എത്ര കാലങ്ങളായി നീ ഈ ഭൂമിയിൽ വന്നിട്ട്. ആ ടൈമിൽ തൊട്ടിട്ടുള്ള മഴയും വെയിലും കാറ്റും ഒക്കെ കൊണ്ടിട്ട് പോലും നിനക്ക് ഒരു വാട്ടവും ഇല്ലല്ലോ അല്ലേ. നമ്മളാണെങ്കിലോ അവിടെ സൈഡായിട്ടുണ്ടാവും, ഒരിത്തിരി മഴ കൊണ്ടാലോ വെയിൽ കൊണ്ടാലോ. അപ്പോൾ കൗതുകത്തോടെ കവി ചോദിക്കുകയാണ്, കിത്തനെ ബഡേ ഹോ തും, കിത്തനെ ബഡേ ഹോ തും, കിത്തനെ ഖടേ ഹോ, യു ആർ വെരി സ്ട്രോങ്. ന ജാനെ കിത്തനെ സോ ബർസോ കെ ആന്തി പാനി മേ, അത്രയും കുറേ കൊല്ലങ്ങളായി ഈ മഴയും കാറ്റും വെയിലും ഒക്കെ സഹിച്ച് നിൽക്കുന്ന. സിർ ഊഞ്ചാ കിയെ അപ്നി ജഗ അടേ ഹോ, അത് ഒരു തല കുനിക്കാണ്ട് അല്ലേ, ഒരു കാറ്റ് വന്നാലോ അല്ലെങ്കിൽ ഒരു കൂസലും ഇല്ലാണ്ട് എല്ലാം തരണം ചെയ്തിട്ട് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. സിർ ഊഞ്ചാ കിയെ അപ്നി ജഗ അടേ ഹോ, സിർ ഊഞ്ചാ കിയെ, തല ഉയർത്തി എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നേരിടാൻ വേണ്ടി റെഡിയാണ് എന്ന രീതിയിൽ ആണ് ആ വൃക്ഷം നിൽക്കുന്നത്. സൂരജ് ഉഗത്താ ധൂപ്താ ഹേ, സൂര്യൻ്റെ ഡ്യൂട്ടി ചെയ്യാണ് അല്ലേ, റൈസ് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ചാന്ദ് ഭർത്താ खींचता है, चांद तो भी संध्या समय में चांद उगता है और फिर उसे बहुत सारे 7 दिनों में उसमें जो होने वाले परिवर्तन അല്ലേ, നമ്മൾ ഫുൾ മൂൺ ഡേ അതൊക്കെ എന്താ ആ ഒരു രീതിയിൽ ആ വരുന്ന ചേഞ്ചസ് എല്ലാത്തിനും അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ട്. सूर्य अपना काम करता है, चंद्र अपना काम करता है, सब एक अगर उदय हुआ तो उसका अस्तमय भी होता है. चांद अगर पूर्ण चंद्रमा एक हफ्ते में हो तो वो क्या है, वो पूर्ण अमावास्या भी हो जाता है. ठीक है. അപ്പം എല്ലാം അതിൻ്റെതായ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് വന്നു കഴിഞ്ഞാലും നിനക്ക് സൂര്യൻ ഉദിച്ചാലും അല്ലെങ്കിൽ ചന്ദ്രൻ വന്നാലും നീ നിൻ്റെ ആ ഒരു പ്രോപ്പർ ഒരു കുലുക്കവും കൂടാണ്ട് നീ എങ്ങനെ പിടിച്ച് നിൽക്കുന്നു, നീ സംഭവമാണെന്ന് ആര് പറയാണ്, കവി പറയാണ് പേടിനോട്. ठीक है. मैंने कहा, ഞാൻ ചോദിക്കുകയാണ്, मैंने कहा पेड़ तुम कितने बड़े हो, इतने खड़े हो, न जाने कितने 100 बरसों के आंधी पानी में, सिर ऊंचा किया अपनी जगह अड़े हो, सूरज उगता डूबता है, चांद भरता खिंचता है. അതിൽ വരുന്ന ചേഞ്ചസ്. ऋतुएं बदलती हैं, मेघ उमड़ता पसीजता है, और तुम सब सहते हुए संतुलित शांत धीर रहते हुए विनम्र हरियाली से ढके पर भीतर ठोट ठखेड़ खड़े हो. ഇവിടെ പറയാണ്, ഋതുവേ ബദൽത്തി ഹേ, ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴയായിരിക്കും, പിന്നെ നല്ല ചൂടായിരിക്കും, നല്ല തണുപ്പായിരിക്കും, ഇല കൊഴിയുന്ന സമയം വരും. മേഘ് ഉമടുത്ത ഹേ, മേഘങ്ങൾ ഗർജിക്കുന്നു. ആ ഗർജനയിലൂടെ എന്ത് സംഭവിക്കുന്നു, മഴ പെയ്യുന്നു. और तुम सब सहते हो, ഏത് ക്ലൈമറ്റ് വന്നാലും എല്ലാം ഹാപ്പി ആയിട്ട് അത് എൻജോയ് ചെയ്യുന്നു. എങ്ങനെ സാധിക്കുന്നു?
ഋതുവേ ബദൽത്തി ഹേ, ക്ലൈമറ്റ്സ് ഒക്കെ ഓരോരോ അതിൻ്റെതായ ടൈമിൽ അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. മേഘ് ഉമड़ता है, पसीजता है, और तुम सब सहते हुए संतुलित शांत धीर रहते हुए, എല്ലാം സഹിച്ചുകൊണ്ട് ശാന്തമായി, ധീർ ധീർ എന്ന് വെച്ചാൽ ഒരു പേടിയും കൂടാണ്ട് ധൈര്യത്തോടെ നിൽക്കുകയാണ്. विनम्र हरियाली से ढके, हरियाली तुम्हारी पत्तों की हरियाली कितनी विनम्र है. ആ ചെറിയ ചെറിയ ആ ഇലകൾ അത് കാറ്റുകൊണ്ട് ആടുന്ന സമയത്തുണ്ടാകുന്ന ഒരു കണ്ണിനൊരു കുളിർമ, അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നും. ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ? पर भीतर ठोड खैकर खड़े हो, तो भीतर बहुत खड़के खड़े, അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, പക്ഷേ എങ്കിൽ എന്താ ഇലകൾ ഇത്ര ആണെങ്കിൽ പോലും നീ ഉള്ളിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഉള്ളിൽ നല്ല സ്ട്രോങ്, നല്ല നല്ല തടിച്ച ബ്രാഞ്ചസ് ഉണ്ടാവും, അതൊക്കെ നല്ല സ്ട്രോങ്ങിൽ. അപ്പം എങ്ങനെയായാലും നിൻ്റെ ആ വിനമ്രമായ മുഖം ഏതാണ്, അത് ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? നല്ല ശാന്തമായി വിനമ്രമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അത് ഇലകളായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഹരിയാലി, പച്ചപ്പ്. പിന്നെ സ്ട്രോങ്, നീ എങ്ങനെ സ്ട്രോങ് എന്ന് പറയുന്നത്? തുമാരി ശാഖായ് ഇത്തിനി ഖടേ ഹേ, ഖടേ സ്ട്രോങ് ആണ്, നിൻ്റെ ശാഖകൾ നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നു നീ ഉള്ളുകൊണ്ട് സ്ട്രോങ് ആണ്, നീ സംഭവമാണ് എന്ന് പറയാണ് കവി. ഓക്കെ. ഋതുവേ ബദൽത്തി ഹേ, मेघ उमड़ता पसीजता है, और तुम सब सहते हुए संतुलित शांत धीर रहते हुए विनम्र हरियाली से ढके, पर भीतर ठोट खटे खड़े हो. नेक्स्ट. कांपा पेड़ मर्रित पंक्तियाँ, भोली मानो नहीं 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 झूठा श्रेय मुझे मत दो. मैं तो बार बार झुकता गिरता उखड़ता, या कि सूख टूट हो के टूट जाता. तो अगर हमसे कोई अपने सौंदर्य के बारे में कहे, അല്ലെ, നമ്മളോട് നമ്മളുടെ ഗുണത്തെപ്പറ്റി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് പൊന്തി പൊന്തി അങ്ങ് തട്ടും അല്ലേ റൂഫിൽ. പക്ഷേ ഇവിടെ ഇത്രയും നേരം കവി ആ പേടിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും സഹിക്കാൻ പറ്റിയില്ല. ഈ ചില എന്താ പറയുക, ഭയങ്കര വിനയമുള്ള ആൾക്ക് അയ്യോ അങ്ങനെയൊന്നും അല്ല ഞാൻ, എനിക്ക് ആ ഒരു ക്വാളിറ്റി ഒന്നുമില്ല, ഞാൻ സംഭവമൊന്നുമല്ല, എല്ലാം ഉണ്ടായിട്ട് പോലും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അതേപോലെയാണ് നമ്മളെ ഈ പേടും. പേട് അത്രയും വിനമ്ര ഹോക്കെ കേത്തെ ഹേ. ഇതൊക്കെ കേട്ട് ഇത്രയും കാര്യങ്ങൾ, എത്രയും നീ സ്ട്രോങ് ആണ്, നീ സംഭവമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പേട് വിറച്ചുകൊണ്ട് പറയാണ്. കാമ്പ പേട് വിറച്ചുകൊണ്ട് പറയാണ്. മർ റിത്ത് എന്താ പന്തിയാ, മർമർ ചെയ്യുക, മർമർ അതിങ്ങനെ പിറുപിറുക്കുകയാണ്. എന്താ പത്തിയാം, പത്തിയാന്ന് വെച്ചാൽ ലീവ്സ്. ഭോലി മാനോ നെഹി 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 झूठ, नहीं नहीं झूठा श्रेय मुझे मत दो, झूठा श्रेय मुझे मत दो. तो यहाँ पे वो पेड़ कहती है कि मुझ में आप जो कहा था, जो मुझ में जो श्रेय है वो कुछ भी मुझ में नहीं है, ये सब आपने जो कहा है वो झूठ है. बोली मानो
ആ പേട് തിരിച്ചു പറയാണ്, നെഹി നെഹി, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല. എനിക്കും കുറേ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലേ. മഴ വരുമ്പോൾ ചില കൊമ്പുകൾ പൊട്ടി വീഴാം അല്ലേ, ഇലകൾ കൊഴിഞ്ഞു പോകാം. ഞാനും താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പം എനിക്കും കുറേ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നത് പോലെയല്ല. എൻ്റെ ഒരു ക്വാളിറ്റിയും കൊണ്ടല്ല ഈ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. എല്ലാവരുടെയും സഹായത്തോടെയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ഈ വെയിൽ അല്ലേ, വെയിൽ കൊണ്ട് സഹിക്കുകയാണ്. വെയിലില്ലാണ്ട് എനിക്ക് എൻ്റെ ഇലകൾക്ക് ഫുഡ് കിട്ടില്ല. ചന്ദ്രൻ എൻ്റെ ജീവനാണ്. മഴയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല. അപ്പം എല്ലാവരുടെയും സഹായത്തിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഏറ്റവും വലിയ സഹായം മണ്ണാണ്. മണ്ണിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പം പറയാണ് അത്രയും വിനയത്തോടെ. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംഭവമാണ് അല്ലേ, മരണമാസമാണ്, അങ്ങനെയല്ല ഫ്രണ്ട്സൊക്കെ പറയാം. അപ്പം ബോലി മാനോ നെഹി 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 ജൂട്ട് ശ്രേയ മുझे മത് ദോ, യെ ജൂട്ടാ ശ്രേയ മുझे മത് ദോ. ഇല്ല, എനിക്ക് ഈ ഒരു നിങ്ങൾ പറഞ്ഞ ഗുണങ്ങളൊന്നുമില്ല. ഇല്ല. മേ തോ ബാർ ബാർ ജുക്ത, ഞാൻ എത്രയോ പ്രാവശ്യം കുനിഞ്ഞ്, ജുക്നാന്ന് വെച്ചാൽ കുനിയ, ഗിർത്ത, എത്രയോ പ്രാവശ്യം എൻ്റെ നിങ്ങൾ പറഞ്ഞ സ്ട്രോങ് ബ്രാഞ്ചസ് എത്രയോ പ്രാവശ്യം പൊട്ടി വീണിട്ടുണ്ട്. ഉക്കെടുത്ത ചില കാറ്റുകൾ വന്നപ്പം ഒരു ഭാഗം തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട്. ചില മരങ്ങൾ ഉഖഡ് ജാത്താന്ന് വെച്ചാൽ പൊരിഞ്ഞു വീണിട്ടുണ്ട്. യാക്കി സൂക്ക് ടൂട്ട് ഹോക്കെ ടൂട്ട് ജാത്ത, യാക്കി സൂക്ക് ടൂട്ട് ഹോക്കെ ടൂട്ട് ജാത്ത. ചിലപ്പോൾ ഉണങ്ങി അല്ലെ, ആ വെയിലത്ത് ഉണങ്ങി ചില കൊമ്പുകളൊക്കെ പൊട്ടിപ്പോയിട്ടുമുണ്ട്. ടൂട്ട് ജാത്ത, പൊട്ടിപ്പോയിട്ട് പോലും ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈ ശ്രേയൊന്നും എനിക്ക്, ആ ഒരു ക്വാളിറ്റീസ് ഒന്നും എനിക്കില്ല എന്നാണ് ആര് പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അത് ഇവരുടെയൊക്കെ സഹായത്തിലൂടെയാണ് ഞാൻ നേടിയിട്ടുള്ളത്. അല്ല എൻ്റെ ഒറ്റക്കുള്ള എനിക്ക് ഒറ്റക്ക് ആ ഒരു ശ്രേ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലിമെൻ്റ് എനിക്ക് വേണ്ട. എന്നെ പറയുന്ന സമയത്ത് ഇവരെയൊക്കെ എടുത്ത് പറയണമെന്ന് പറയാണ്. ഓക്കെ, നമ്മളോട് ഇൻഡയറക്റ്റ്ലി കവി സൂചിപ്പിക്കുകയാണ്, നമ്മൾ ഒരു ഹൈ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ വന്ന വഴി മറക്കരുത്. നമ്മളുടെ ജഡ് എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നിൽക്കുന്ന മണ്ണ്, ആ മണ്ണാണ് പിടിച്ചു നിർത്തുന്നത്. ബേസ് നമ്മൾ പാരൻസാണ്. നമ്മൾ എല്ലാം പാരൻസ് മോൾഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അവരില്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടില്ല. പക്ഷെ ഇതൊന്നും ഈ ഒരു ലെവലിൽ, ഹൈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും ആലോചിക്കുന്നില്ല എന്നാണ് കവി പറയുന്നത്. വന്ന വഴി ആരും ചിന്തിക്കുന്നില്ല. എത്രയോ ടീച്ചേഴ്സ് നിങ്ങളെ നല്ല ഡയറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗൈഡ് ലൈൻസ് തരുന്ന, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന, കുറേ സജഷൻസ് തരുന്ന, അവരെയും എപ്പോഴും ഓർക്കണം എന്നാണ് കവി പറയുന്നത്. അതേപോലെ ഓരോ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കുറേ ഐഡിയാസ് ഷെയർ ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന, അവരെയൊക്കെ ഏതൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും ഞാൻ ഭയങ്കര അഹം എന്ന ഭാവം എത്ര വലിയൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ പേടി ശരിക്കും സംഭവമാണ് അല്ലേ. അതിൻ്റെ എളിമ കണ്ടില്ലേ. എന്തൊക്കെ ആയിട്ട് പോലും അത് പറയാണ്, എനിക്ക് ആ ഒരു കോംപ്ലിമെൻ്റ് ഒറ്റയ്ക്ക് വേണ്ട, എല്ലാവർക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു കോംപ്ലിമെൻറ്റ് വേണ്ടൂ എന്ന് പറയാണ്. ഓക്കെ, എൻ്റെ എഫേർട്ട് മാത്രമല്ല, എല്ലാവരുടെയും എഫേർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതെന്ന് പറയാണ്. ഓക്കെ,
അപ്പോൾ ഒന്നുകൂടി നോക്കാം. मैंने कहा पेड़ तुम कितने बड़े हो, इतने खड़े हो न जाने कितने 100 बरसों के आंधी पानी. ഇതെല്ലാം കോംപ്ലിമെൻ്റ് ആണ് അല്ലേ. നീ സംഭവമാണ്, നീ ബഡയാണ്, കടയാണ്, എത്ര മഴ വന്നു, എത്ര ആന്തി വന്നു, എന്നിട്ടും നിനക്ക് ഒരു കുലുക്കം ഉണ്ടായില്ലല്ലോ. ഈ സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാണ്. സിർ ഊഞ്ചാക്കിയ, ഒരിക്കൽ പോലും നിൻ്റെ തല ഞാൻ കുനിച്ച കണ്ടില്ല. അപ്പം ഈ ജഗ അടേ ഹോ, ആ നിന്ന നിൽപ്പ് തന്നെ ഉണ്ട്. സൂരജ് ഉഗത്താ ഡൂബത്താ ഹെ, സൂരജൊക്കെ അല്ലേ നല്ല അത്രയും നല്ല ചില സമയത്ത് നല്ല ഉഷ്ണം കൊണ്ട് നീ ആ എത്ര ഉഷ്ണം ഉണ്ടായാൽ പോലും നിൻ്റെ മുഖത്തൊരു മങ്ങിയിട്ടോ വാടിയിട്ടോ ഇല്ല. ശാന്ത് ഭർണ ഭർത്ത ചീജता है, ऋतुएं बदलती हैं, मेघ उमड़ता पसीजता है. പസീജ് എന്ന് വെച്ചാൽ പസീന എന്ന് വെച്ചാൽ വേർപ്പ്. അപ്പം മേഘ ഉമടന എന്ന് വെച്ചാൽ മേഘം ഗർജിച്ചുകൊണ്ട് വരികയാണ്. അപ്പം അത് ഇൻഡയറക്റ്റ്ലി പറയാണ്. അത് നമ്മൾ വേർപ്പ് ഉണ്ടായാൽ, നമ്മൾ സ്വെറ്റ് ഉണ്ടായാൽ നമ്മളത് തുടച്ച് കളയും അല്ലേ. ഇവിടെ മേഘം ഗർജിച്ചുകൊണ്ട് വരുമ്പം എന്താണത് സംഭവിക്കുന്നത്? അത് മഴയായിട്ട് പെയ്യാണ്. ഓർ തും സബ് സഹത്തെ ഹോ, എന്ത് സംഭവിച്ചാലും, ചിലപ്പം മിന്നൽ വരുന്നുണ്ട്, ചിലപ്പം ഇടീൻ്റെ സൗണ്ട്, ഏത് കാലാവസ്ഥയിലും നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ, നീ എത്ര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറയാണ് കവി. സന്തുലിത് ശാന്ത്, നമ്മളാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു ചെറിയ ഒരു ചോർച്ച ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും അല്ലേ. എനിക്ക് കിടക്കാൻ പറ്റൂല, അവിടെ വെള്ളമുണ്ട്, അങ്ങനെയാക്കുക ഇങ്ങനെയാക്കുക അല്ലേ. നമ്മൾ നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വെയിലത്ത് എവിടെയെങ്കിലും പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സാധനം വാങ്ങിക്കാൻ പോകാൻ പറഞ്ഞാൽ ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പം കവി പറയാണ്, എന്നിട്ട് പോലും ഒരു ഇതുമില്ലാണ്ട് കൂളായിട്ട് എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്ന പേടിനെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനമ്ര ഹരിയാലി, ഏത് ടൈമിലും എപ്പോഴും ഒരു ഇളം കാറ്റടിക്കുമ്പം എല്ലാ ഇലകളും ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മളോട് ചിരിക്കുന്ന പോലെയാണ് കവിക്ക് തോന്നുന്നത്. വിനമ്രമായ, അത്രയും പൊളൈറ്റായിട്ട്. पर भीतर ठोट खड़े खड़े हो, അത്ര നല്ല നല്ല സ്ട്രോങ് ആണ് അല്ലേ, അതും അറിയാം. കാമ്പ പേട്, പക്ഷേങ്കിൽ പേട് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലേ. നമ്മളാണെങ്കിൽ പറയുന്നത് സംഭവമാണ് കേട്ടോ, ഞാൻ സംഭവമാണ് എന്ന് പറയുള്ളൂ. പക്ഷെ പേട് അങ്ങനെയല്ല. മർ रित पंक्तियाँ बोली मानो, बोली वो अपनी पेड़ वो धीमे स्वर से बोलते हैं, नहीं नहीं झूठा श्रेय मुझे मत दो, എനിക്ക് നിങ്ങളുടെ ഈ കള്ളത്തരം ഉള്ള ശ്രേയ എന്ന് വെച്ചാൽ കോംപ്ലിമെൻ്റ് എനിക്ക് വേണ്ട. മേത്തോ ബാർ ഞാൻ എത്രയോ പ്രാവശ്യം വീണിട്ടുണ്ട്, ഞാൻ എത്രയോ പ്രാവശ്യം, നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ എത്രയോ പ്രാവശ്യം അല്ലേ പരീക്ഷയിൽ തോറ്റിട്ടുണ്ട് അല്ലേ. എന്നിട്ടും ഞാൻ പിന്നെയും പരീക്ഷ എഴുതി, പിന്നെയും പാസ്സായി, ചിലതിൽ ഞാൻ ഫെയിലായിട്ടുണ്ട്. ഞാൻ സംഭവമൊന്നുമല്ല, ഞാനൊരു ആവറേജാണ് അങ്ങനെ പറയൂലേ നമ്മൾ സ്റ്റുഡൻസ്. ഞാൻ പഠിച്ചിട്ടേ ഇല്ല എന്ന് പറയും ചില കുട്ടികൾ എത്ര പഠിച്ചാലും വിനമ്രായിട്ട്. യാക്കി സൂഖ് ടൂട്ട് ഹോക്കെ ടൂട്ട് ജാത്ത, സൂക്ക് എന്ന് വെച്ചാൽ ഉണങ്ങുക, ടൂട്ട് ജാത്ത എന്ന് വെച്ചാൽ ഉണങ്ങിയിട്ട് എത്രയോ പ്രാവശ്യം എൻ്റെ കൊമ്പുകളൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. അപ്പം അടുത്ത 3 സ്റ്റാൻസയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.